വെൽക്കം ടു റീനസ് ഗാർഡൻ. എൻ്റെ കയ്യിലുള്ള ഫിലോഡെൻഡ്രോൺ വെറൈറ്റീസിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഇതൊരു ലീഫി പ്ലാന്റ് ആണ്. ലീഫാണ് ഇതിൻ്റെ ഭംഗി. വെറൈറ്റി ആയ ലീവ്സ് ഉള്ള, ഹാർട്ട് ഷേപ്ഡ് ലീവ്സ് ഉള്ള ഒരു പ്ലാന്റാണിത്. ഈ പ്ലാന്റ്സ് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്ത് നിർത്താം. ഇത് ക്രീപ്പറായിട്ട് ഉപയോഗിക്കണമെങ്കിൽ നമുക്കിത് ക്രീപ്പറായിട്ട് വളർത്താനായിട്ട് സാധിക്കും. അതല്ല, നമുക്ക് ഓരോ നോഡിലും വരുന്ന വേരുകളുടെ ഭാഗത്ത് വരുന്ന കട്ട് ചെയ്ത് നമുക്ക് അത് ചെറിയ ചെറിയ പീസാക്കി അത് ബുഷിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റും. ഇത് ബുഷിയായിട്ട് വളരുന്ന ഒരു തരം ഫിലോഡെൻഡ്രോൺ ആണ്. ഇത് നമുക്ക് റൂമിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് വളരെ ഭംഗിയാണ്. ഓഫീസിലൊക്കെ ടേബിൾ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. അതുപോലെ ഗ്രീൻ കളറിൽ, നല്ല ഡാർക്ക് ഗ്രീനിലുള്ള വൈറ്റ് ആയിട്ടുള്ള ഒരു ഫിലോഡെൻഡ്രോൺ ആണിത്. ഇതും നല്ല സൺലൈറ്റിൽ വെച്ചാൽ ഉണ്ടാകുന്ന മഞ്ഞ കളർ വന്ന് ലീഫൊക്കെ പഴുത്തു പോകാതിരിക്കാൻ ഇത് തണലത്താണ് ഞാൻ വയ്ക്കുക. സൺലൈറ്റ് കൂടുതലില്ലാത്ത ഭാഗത്താണ് വയ്ക്കുക. ഇത്തരം പ്ലാന്റ്സ് 700-ൽ പരം വെറൈറ്റീസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഈ പ്ലാന്റ്സ് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിനെ മേക്ക് ചെയ്യാൻ പറ്റും. കാരണം ഈ പ്ലാന്റ് നമ്മളൊരു പോട്ടിൽ വെച്ചാൽ അത് ക്രീപ്പറായി യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ക്രീപ്പറായിട്ട് ഉപയോഗിക്കാം. അതല്ല, ഓരോ നോഡിലും വരുന്ന അതിൻ്റെ സ്റ്റെമ്മ് ഓരോ നോഡിലും നമുക്ക് കട്ട് ചെയ്ത് അത് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് കൂടുതൽ സൺലൈറ്റ് വേണ്ട ചെടിയല്ല. കൂടുതൽ സൺലൈറ്റ് ആയാൽ ഇതിൻ്റെ ലീവ്സൊക്കെ മഞ്ഞ കളറായി പഴുത്തു പോകും. അപ്പോൾ ഈ പ്ലാന്റ്സ് നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏരിയകളിൽ വയ്ക്കാൻ പറ്റില്ല. അതുപോലെ നമുക്ക് ഈ പ്ലാന്റ്സിന് ഡാർക്ക് ഗ്രീനും ഒരു വൈറ്റ് ലൈനുമായിട്ടുള്ള പ്ലാന്റാണ്. ഇത് ഡാർക്ക് ഗ്രീനും ഡിഫറെൻറ്റ് ടൈപ്പിൽ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഹാർട്ട് ഷേപ്പിൽ തന്നെ വൈറ്റ് ലൈൻസ് ഉള്ളതാണ്. ഇത് വെയിൽ കൂടുതൽ വരുമ്പോൾ വൈറ്റ് വരും. ഡാർക്ക് ഷെയ്ഡിലാണ് ഇരിക്കുന്നതെങ്കിൽ ഗ്രീൻ മാത്രമായിരിക്കും. ഇത് വേറൊരു വെറൈറ്റി. അതുപോലെ ഇവിടെ ഉള്ളത് പിങ്ക് നല്ല ഭംഗിയാണ് കാണാൻ. ഇതും ഇതുപോലെ നമുക്ക് റൂം ഡെക്കറേഷനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ചെടിയാണ്. ഇത് ഹോട്ടലുകളിലും നമ്മുടെ റൂംസിലും അതുപോലെ തന്നെ സ്കൂളുകളിലും ഒക്കെ വരാന്തകളിലും ഓഫീസ് ടേബിൾസിലും ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ ചെടിയാണ്. ഇതിനെ കൂടുതൽ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഈസി ആയതുകൊണ്ട് ഇത് ഏത് പോട്ടിലാണോ ഉള്ളത് ആ പോട്ടിൽ തിങ്ങി നിറഞ്ഞ് വളരും. അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാനും ഒരു എയർ പ്യൂരിഫയറും കൂടിയാണ് ഈ ചെടി. നമ്മുടെ പൊല്യൂട്ടഡ് എയറിലുള്ള ടോക്സിൻസൊക്കെ റിമൂവ് ചെയ്യാനുള്ള കഴിവ് ഈ പ്ലാന്റിനുണ്ട്. ഫിലോഡെൻഡ്രോൺ വെറൈറ്റിക്ക് എപ്പോഴും എയർ പ്യൂരിഫൈ ചെയ്യാൻ കഴിവുള്ള പോലെ തന്നെ ഈ ചെടിയും ടോക്സിൻ ഉള്ളതാണ്. കഴിയുന്നതും ചെറിയ കുട്ടികളിൽ നിന്ന് ഇത് റീച്ച് ആവാത്ത വിധത്തിൽ വെക്കുകയാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഈ പ്ലാന്റ്സിനും അധികം പെസ്റ്റ് റെസിസ്റ്റൻ്റ് ആണ്. ബിക്കോസ് ഈ പ്ലാന്റ് മറ്റുള്ള എയറിനെ പ്യൂരിഫൈ ചെയ്യുന്നത് പോലെ ഈ പ്ലാന്റിനും അധികം കേടുകളൊന്നും വരാറില്ല. ഇതിൻ്റെ വേര് ചീഞ്ഞു പോവാതെ നോക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ പ്ലാന്റിനുള്ള ഒരു ഗുണം, നമുക്ക് അട്രാക്റ്റീവ് ആവണത് ഏറ്റവും നമ്മുടെ ഹാർട്ട് ഷേപ്പുള്ള ലവ്, അഫെക്ഷൻ എന്നീ സിംബലൈസാണ് ഈ പ്ലാന്റിനുള്ളത്, ഈ പ്ലാന്റിൻ്റെ ലീവ്സിനുള്ളത്. അതുകൊണ്ട് ഈ പ്ലാന്റ് എപ്പോഴും വളരെ ഭംഗിയായും നമുക്ക് സ്നേഹിക്കാൻ തോന്നുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത്. ഈ പ്ലാന്റ്സ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.